ധ്യാനം. ധ്യാനത്തെക്കുറിച്ച് വളരെ ലളിതമായിട്ട് എല്ലാവർക്കും ദഹിക്കുന്ന രീതിയിൽ വേണം പറയാനായിട്ടല്ലേ? അതും ഈ പറഞ്ഞതുപോലെ ഭയങ്കര സ്റ്റൈലാണ് എപ്പഴും. ഞാൻ മെഡിറ്റേഷനിലാണെന്നൊക്കെ പറയാൻ ഭയങ്കര, പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ നമുക്ക് വെറുതെ ഇരിക്കാവുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവിടെ മെഡിറ്റേഷൻ നടക്കണമെന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കണ്ണും അടച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കാം നമുക്ക്. അപ്പൊ നമ്മള് ധ്യാനം എന്ന് പറയുമ്പോഴേക്ക്, അല്ല ഇവിടെ മെഡിറ്റേഷൻ എന്ന് പറയുന്ന, ഇപ്പോൾ അജീഷ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ വാക്ക് ഗ്ലോബലായിട്ട് ഇപ്പോൾ ഒന്ന് ഉപയോഗിക്കുന്നു. അതിന് ഇങ്ങനെ ഇരുന്ന് ബ്രീത്ത് ചെയ്യുന്നതിനെയും മെഡിറ്റേഷൻ എന്ന് വിളിക്കുന്നു, മൈൻഡ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിനെയും മെഡിറ്റേഷൻ എന്ന് വിളിക്കുന്നു, സങ്കല്പിക്കുന്നതിനെയും വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിനെയും മെഡിറ്റേഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ യോഗയിൽ ധ്യാനം എന്നത് കുറച്ചുകൂടെ ആഴമുള്ള, കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പൊ ഈ മെഡിറ്റേഷൻ എന്ന് ഇന്ന് ചുറ്റിനും അറിയപ്പെടുന്ന ഒരു പതഞ്ജലി മഹർഷി സൂചിപ്പിച്ച ധാരണ എന്നൊരു ഘട്ടത്തിൽ വരുന്ന ഒരു പരിപാടിയാണത്. ഞാൻ അങ്ങനെയാണ് അതിന് കാരണം. ധാരണ, കോൺസെൻട്രേഷൻ, വിഷ്വലൈസേഷൻ, ഇമാജിനേഷൻ, കണ്ടംപ്ലേഷൻ, ഇതൊക്കെ എല്ലാം ധാരണ എന്നൊരു ഘട്ടത്തിൽ വരുന്ന, അതിൻ്റെ കുറച്ചുകൂടെ ഉയർന്നൊരു പടിയാണ് ധ്യാനം എന്നുള്ള രീതിയിൽ. അതാണ് പിന്നെ അജീഷ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷെ മെഡിറ്റേഷൻ എന്താണ് സാധാരണ ഇപ്പൊ എല്ലാവരും പറയുന്ന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ വാക്കിനോടാണ് അജീഷ് താല്പര്യം കാണിക്കുന്നതെങ്കിൽ, അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടെൻഷൻ ഒഴിവാക്കാനും, സ്ട്രെസ് ഒഴിവാക്കാനും, പിന്നെ ഡിപ്രഷൻ ഉള്ളവർ ധ്യാനിക്കണമെന്ന് ഞാൻ പറയില്ല. എൻ്റെ മതം ഡിപ്രഷൻ ഉള്ളവർ ധ്യാനിക്കരുത് എന്നാണ്. ഡിപ്രഷൻ മാറ്റിയിട്ട് മാത്രമേ ധ്യാനിക്കാവൂ. അപ്പോൾ അത് കുറേ സമയം നിശ്ചലമായി ഒരു സാക്ഷിയുടെ മനോഭാവത്തോടു കൂടി, സാക്ഷി മനോഭാവത്തിൽ ഒരു കാഴ്ചക്കാരനായിട്ട് ഇരിക്കാനായിട്ട് കഴിയുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചക്കാരാവുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിക്കും. പലപ്പോഴും എന്തുകൊണ്ട് നമുക്ക് നമ്മളെ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മനസ്സിലാകുന്നില്ല എന്നതിന് കാരണം, നമ്മൾ നമ്മുടെ ജീവിതത്തെ വീക്ഷിക്കുന്നില്ല, നമ്മൾ നമ്മുടെ ജീവിതത്തെ കാണുന്നില്ല. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തെയാണ് കാണുന്നത്, ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തെ കാണുന്നില്ല. ഇപ്പോൾ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലുള്ള പ്രാക്ടീസ് നമ്മളുടെ ശ്രദ്ധ നമ്മളിലേക്ക് തിരിക്കാനുള്ള ഒരു അവസരമാണ്. ലോകത്തിൽ ഏറ്റവും പരമപ്രധാനമായ ജ്ഞാനം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോഗികൾ പറയും ആത്മജ്ഞാനമാണ്. സ്വയം അറിയുക, സെൽഫ് നോളജ്. സ്വയം അറിയുക, അതിലപ്പുറം മറ്റ് നോളജ് ഇല്ല, അതിനപ്പുറം മറ്റൊരു അറിവുമില്ല. അപ്പൊ സ്വയം അറിയുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ പിന്നെ വിദ്യാഭ്യാസം സർവധനാൽ പ്രധാനം എന്ന് പറഞ്ഞ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു, വേണ്ടതും വേണ്ടാത്തതൊക്കെ പഠിപ്പിക്കുന്നു, സ്കൂളിൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്നു, നിറയെ മാർക്ക് മേടിക്കാൻ പഠിപ്പിക്കുന്നു. പക്ഷെ നമ്മളിൽ എത്ര പേര് ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്? വളരെ 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 ചുരുക്കം, അല്ലേ? വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ ആത്മജ്ഞാനം, നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ എന്താണ്, എന്നിൽ അന്തർലീനമായിരിക്കുന്ന സത്ത് എന്താണ്, എൻ്റെ യഥാർത്ഥ കഴിവ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഒരു ശക്തിക്കും നിങ്ങളെ തടഞ്ഞു നിർത്താനാവില്ല. നിങ്ങളുടെ പ്രയാണത്തെ, നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടഞ്ഞു നിർത്താനാവില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മളിൽ തന്നെ ഉള്ള ശക്തിയെ ഉണർത്തിക്കൊണ്ടുവരുമ്പോഴേക്ക് ആത്മാവ് സ്വാഭാവികമായിട്ടും പ്രകാശിക്കാൻ തുടങ്ങും. കാര്യം, ആത്മാവിന്റെ വിളിക്കുള്ള മറുപടിയാണ് നമ്മുടെ പ്രവൃത്തികൾ. പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? കാശ് സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ജോലി കണ്ടെത്തുന്നു, അത് ചെയ്യുന്നു, അതിനു വേണ്ടിയിട്ട് പരമാവധി വർക്ക് ചെയ്യുന്നു. പലപ്പോഴും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ, ആത്മസംതൃപ്തി ഇല്ലാതെ ആണ്. നിറയെ കാശ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും സംതൃപ്തി നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. കാരണം എന്താ? ആത്മാവിന്റെ വിളിക്ക് നമ്മൾ ഇനി മറുപടി കൊടുത്തിട്ടില്ല. അപ്പോൾ ആത്മാവിന്റെ വിളിക്ക് മറുപടി കൊടുക്കുമ്പോഴേക്ക് ജീവിതം സമ്പൂർണ്ണ വിജയമായിട്ട് മാറും. നമ്മൾ ഒരു പക്ഷേ സാമ്പത്തികമായി അല്ലെങ്കിൽ മെറ്റീരിയൽ അടുത്തുള്ളവന്റെ അത്ര വീടിന്റെ അത്രയും വലിയ വീട് നമ്മൾ വെച്ചെന്ന് വരില്ല, അടുത്തുള്ളവന്റെ പോർച്ചിൽ കിടക്കുന്ന കാറിന്റെ അത്ര വലിയ കാർ നമ്മൾ മേടിച്ചെന്ന് വരില്ല. പക്ഷേ ഉള്ളിൽ സന്തോഷത്തിന്റെ അലകളായിരിക്കും എന്നും എപ്പോഴും. അപ്പോൾ സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ്. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ, ധ്യാനത്തിനെ കുറിച്ച് സംസാരിച്ചത് കൂടിപ്പോയത് എനിക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ. ഇനി അതല്ല,
ഒരു സൗമ്യയുടെ കുറച്ച് ഒന്ന് റിലാക്സേഷൻ ഫീൽ ചെയ്യണം, ടെൻഷനൊക്കെ ഒഴിവാക്കണം. അതാണ് ഉദ്ദേശിച്ചതെങ്കിൽ നമുക്ക് ഞാനതിൽ ചുരുക്കണമായിരുന്നു. പക്ഷേ ഈ ചോദ്യത്തിൽ കുറച്ച് വലിയ ചോദ്യമായി പോയി. അത്ര കൈവിട്ടു പോയി. സോറി. ആഷിക്ക്